ബ്രഹ്മരാക്ഷസന്റെ കോപം. വളരെ കാലങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ്. രാമു എന്നു പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അവൻ വളരെ സത്യസന്ധനായിരുന്നു. അവൻ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. അവന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ സൽഗുണസമ്പന്നനായ അവനെ അവിടുത്തെ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഗ്രാമത്തിൽ അവന് നല്ല പേരായിരുന്നു. ചാന്ദ്പൂർ ഗ്രാമത്തിന് വെളിയിൽ കുറച്ച് സന്യാസിമാർ താമസിച്ചിരുന്നു. അവരെല്ലാവരും ബ്രഹ്മാവിനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു സന്യാസി ഭിക്ഷയാചിക്കുന്നതിനായി ഗ്രാമത്തിലെത്തുന്നു. എന്നിട്ട് രാമുവിന്റെ വീട്ടിലെത്തി ഇങ്ങനെ പറഞ്ഞു: ഇവിടെ ആരുമില്ലേ? കുറച്ച് ഭക്ഷണം കിട്ടുകയായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് സന്യാസിമാരുടെ വിശപ്പകറ്റാമായിരുന്നു. ഇത് കേട്ടപ്പോൾ രാമു പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു: ഇപ്പൊ തരാം സ്വാമി. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ രാമു ആ സന്യാസിക്ക് കൊടുത്തു. ആ സന്യാസി പറഞ്ഞു: ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ മകനെ. ഞാൻ ഈ ഗ്രാമത്തിൽ എത്രയോ വീടുകളിൽ കയറിയിറങ്ങി, പക്ഷെ ആരും ഒന്നും തന്നില്ല. പക്ഷെ നീ എത്ര ദയാലുവാണ്. നീ നിനക്കുള്ളതെല്ലാം എനിക്ക് തന്നു. പക്ഷേ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ മകനെ. രാമു പറഞ്ഞു: സ്വാമിജി, എനിക്ക് തരാൻ അങ്ങയുടെ കയ്യിൽ വിലമതിക്കാത്ത ഒന്നുണ്ട്. അങ്ങേക്ക് എനിക്ക് അറിവ് തരാൻ സഹായിക്കും. ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്ന വിദ്യ എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കാമോ? എനിക്കും താങ്കളെപ്പോലെ പൂജാരിയാകണമെന്നുണ്ട്. അപ്പോൾ സാധുബാബ പറഞ്ഞു: ശരി, ഞാൻ പഠിപ്പിക്കാം. പക്ഷേ കുറച്ച് നിബന്ധനകളുണ്ട്, അത് നീ പാലിക്കണം. രാമു പറഞ്ഞു: തീർച്ചയായും സ്വാമിജി. ആ സന്യാസി നിബന്ധനകൾ പറഞ്ഞു. ആദ്യം നീ ഇവിടെ നിന്ന് മാറി എന്റെ കൂടെ ഗ്രാമത്തിന് വെളിയിൽ കുടിലിൽ താമസിക്കണം. ഈ ലോകത്തിലുള്ള ഒന്നും നിന്നെ മോഹിപ്പിക്കരുത്. എല്ലാം നിന്റെ മനസ്സിൽ നിന്ന് മായ്ക്കണം. പണമാകട്ടെ, പേരാകട്ടെ, പ്രശസ്തിയാകട്ടെ, എല്ലാം നീ മറന്നു കളയണം. നിന്റെ മനസ്സിൽ നിന്ന് സ്ത്രീയെയും വിവാഹത്തെ നീ മറന്നു കളയണം. നിന്റെ മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. അപ്പോൾ രാമു പറഞ്ഞു: തീർച്ചയായും സ്വാമിജി, അങ്ങ് പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചോളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് രാമു സന്യാസിയുടെ കൂടെ പോയി. സന്യാസി അവനെ ബ്രഹ്മാവിനെ എങ്ങനെ പൂജിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. സാധാരണക്കാരനായ രാമു ഒരു സന്യാസിയായി മാറി. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭഗവാൻ ബ്രഹ്മാവ് രാമുവിന്റെ പൂജയിൽ പ്രസന്നനായി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു: ഇതുവരെ എന്നെ ആർക്കും ഇത്ര പെട്ടെന്ന് പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ പൂജയും പ്രാർത്ഥനയും ആഗ്രഹവും കൊണ്ട് എന്റെ മനസ്സ് പ്രീതിപ്പെട്ടിരിക്കുന്നു. എന്തു വരമാണ് നിനക്ക് വേണ്ടത് മകനെ? രാമു പറഞ്ഞു: അല്ലയോ ബ്രഹ്മാവേ, എനിക്ക് ഒരു വരവും വേണ്ട. അങ്ങന്റെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. ബ്രഹ്മഭഗവാൻ അപ്പോൾ പറഞ്ഞു: നിനക്ക് സ്വന്തമായി ഒന്നും തന്നെ വേണ്ടേ? രാമു പറഞ്ഞു: വേണ്ട, മറ്റുള്ളവരുടെ സന്തോഷം കാണുന്നതാണ് എന്റെയും സന്തോഷം. ബ്രഹ്മഭഗവാൻ അപ്പോൾ പറഞ്ഞു: ഞാൻ നിനക്കൊരു വരം നൽകാം. നീ പാവപ്പെട്ടവരെ എപ്പോഴും സഹായിക്കുക. നിനക്കൊരിക്കലും സമ്പത്തിന് കുറവുണ്ടാക്കുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. അങ്ങനെ രാമു പാവപ്പെട്ടവരുടെ അടുത്ത് ചെന്ന് സഹായിക്കാൻ തുടങ്ങി. ആളുകൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും രാമു ചെയ്തു കൊടുത്തു. ഒരു ദിവസം ഒരു രാക്ഷസൻ രാമുവിന്റെ സൽപ്രവൃത്തികൾ കാണാനിടയായി. രാക്ഷസൻ ഇങ്ങനെ ചിന്തിച്ചു: ഇവൻ ചെയ്യുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ രാമുവിനെ അവന്റെ നല്ല പ്രവൃത്തികളിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കും. അവന്റെ വർഷങ്ങളായുള്ള തപസ് ഞാൻ മുടക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ആ രാക്ഷസൻ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറി. ഒരിക്കൽ രാമു ആ സുന്ദരിയെ കണ്ടുമുട്ടി. രാമു അവളിൽ ആകൃഷ്ടനായി. രാമു ആ പെൺകുട്ടിയെ കണ്ടതും എല്ലാം മറന്നുപോയി. രാമു ആ പെൺകുട്ടിയെ ആരും അറിയാതെ കാണാൻ തുടങ്ങി. എന്നാൽ ബ്രഹ്മാവ് ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവന് നൽകിയ എല്ലാ ശക്തികളും തിരിച്ചെടുത്തു. എന്നിട്ട് അവനെ ശപിച്ച് ബ്രഹ്മരാക്ഷസനാക്കി മാറ്റി. രാമു എത്ര കഴിച്ചാലും അവന് വിശപ്പ് മാറാതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് അവിടുന്ന് അപ്രത്യക്ഷനായി. പിന്നീട് രാമുവിന്റെ ശരീരം ഒരു രാക്ഷസന്റേതായി മാറാൻ തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു: രക്ഷിക്കൂ, എനിക്കെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കി നിൽക്കെ അവൻ വലിയൊരു രാക്ഷസരൂപമായി മാറി. രാക്ഷസരൂപമായി മാറിയ രാമുവിന് പിന്നീട് വല്ലാതെ വിശക്കാൻ തുടങ്ങി. അവൻ ഗ്രാമീണരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ നഗരത്തിലെത്തി ഒരു പ്രസിദ്ധനായ സന്യാസിയെ കണ്ടു. അവർ ബ്രഹ്മരാക്ഷസനെ കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു. സന്യാസി പറഞ്ഞു: നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അവൻ ഇനി നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ ഗ്രാമത്തിലേക്ക് വരാം. ആ സന്യാസി അങ്ങനെ അവരുടെ കൂടെ ഗ്രാമത്തിലേക്ക് പോയി. അവർ വലിയൊരു പൂജ നടത്തി ആ ബ്രഹ്മരാക്ഷസനെ ആൽമരത്തിൽ തളച്ചു. എന്നിട്ട് ഗ്രാമവാസികളോട് പറഞ്ഞു: ഈ ആൽമരം എന്നാണോ മുറിക്കപ്പെടുന്നത്
അന്ന് ഈ ബ്രഹ്മരാക്ഷസൻ വീണ്ടും ജീവനോടെ തിരിച്ചു വരും. കുറെ കാലം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗ്രാമവാസികൾ കഴിഞ്ഞു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നഗരത്തിലേക്ക് പുതിയ റോഡിന്റെ പണി നടക്കുകയായിരുന്നു. ആ റോഡിന് മധ്യത്തിലായാണ് ആ ആൽമരം നിന്നിരുന്നത്. അപ്പോൾ റോഡ് പണി നടത്തുന്ന എഞ്ചിനീയർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഈ മരം റോഡിന് നടുവിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു കളയേണ്ടി വരും. കാരണം അല്ലാതെ റോഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ ആ എഞ്ചിനീയർമാർക്ക് അറിയില്ലായിരുന്നു ആ ആൽമരത്തിൽ ബ്രഹ്മരാക്ഷസനുള്ള കാര്യം. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ എഞ്ചിനീയർക്ക് അറിയില്ലായിരുന്നു. അയാൾ പണിക്കാരോട് ആ മരം വെട്ടാൻ ആവശ്യപ്പെട്ടു. അവർ മരം മുറിച്ചതോടെ ചുറ്റുപാടിൽ നിന്നും ഉച്ചത്തിലുള്ള അട്ടഹാസം കേട്ടു. ആ പണിക്കാരുടെയും എഞ്ചിനീയറുടെയും മുന്നിലേക്ക് ബ്രഹ്മരാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മരാക്ഷസൻ വളരെ വലുതും ഒരു ഭീകര രൂപവുമായിരുന്നു. എല്ലാവരും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ബ്രഹ്മരാക്ഷസൻ പറഞ്ഞു: എനിക്ക് ചൂടുള്ള രക്തവും ചൂടുള്ള മാംസവും വേണം. ഇതെല്ലാം കേട്ട് അവരെ പേടിച്ചുപോയി. ഒന്നും മനസ്സിലാവാതെ അവർ അന്താളിച്ചു നിന്നു. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു: ഇനി ആരംഭിക്കാം മരണത്തിന്റെ താണ്ഡവം. അവൻ ചിരിക്കാൻ തുടങ്ങി. അവൻ ഒന്നൊന്നായി അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു. അവിടുന്ന് അവൻ ഗ്രാമവാസികളുടെ അടുത്തേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും അവൻ കൊന്നു തിന്നാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു: വർഷങ്ങളായി വിശപ്പ് സഹിച്ചിരുന്ന ആ പിശാച് എന്ന് വെളിയിൽ വന്നിരിക്കുകയാണ്. ഗ്രാമവാസികളെയെല്ലാം അവൻ കൊന്നു തിന്നു. പക്ഷേ ഒരു ബാലൻ മാത്രം രക്ഷപ്പെട്ടു. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നഗരത്തിലെത്തി ആ സന്യാസിയുടെ അടുത്ത് ചെന്നു. അവൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരിച്ചു. ഗ്രാമവാസികളുടെ മരണത്തെക്കുറിച്ചും പറഞ്ഞു. പണ്ട് ഗ്രാമമായിരുന്ന സ്ഥലത്ത് ഇപ്പൊ ശവക്കൊട്ടയായി മാറിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ശവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കേട്ട് സന്യാസി പറഞ്ഞു: നോക്കൂ മോനെ, മരിച്ചവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ ജീവനോടെയുള്ളവരെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തേ പറ്റൂ. ആ ബ്രഹ്മരാക്ഷസനെ എത്രയും പെട്ടെന്ന് തളയ്ക്കണം. ഇല്ലെങ്കിൽ വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ അവൻ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് വരും. പിന്നെ അവൻ എല്ലാവരെയും കൊന്നു തിന്നും. ഞാനൊരു ഉപായം പറഞ്ഞു തരാം, പക്ഷെ നീ അത് ഒറ്റയ്ക്ക് ചെയ്യണം. പറഞ്ഞാലും സ്വാമി, എൻ്റെ ഗ്രാമവാസികളെ രക്ഷിക്കാനും കുടുംബത്തിനോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാനും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ബ്രഹ്മരാക്ഷസനെ ഞാൻ കൊല്ലും സ്വാമിജി. സന്യാസി പറഞ്ഞു: ദുർഗാദേവിയുടെ ക്ഷേത്രത്തിന് പുറകിലെ തടാകം ബ്രഹ്മദേവന്റെ തടാകമെന്നാണ് അറിയപ്പെടുന്നത്. അതിൽ മുക്കിയെടുത്ത ആയുധം കൊണ്ട് മാത്രമേ ആ ബ്രഹ്മരാക്ഷസനെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ. പൗർണമിയുടെ രാത്രിയിൽ മാത്രമേ ആയുധം വെള്ളത്തിൽ മുക്കാൻ പാടുള്ളൂ. പക്ഷെ പൗർണമിയുടെ രാത്രിയാവാൻ ഇനിയും 10 ദിവസമുണ്ട്. നീ കാത്തിരിക്കേണ്ടി വരും. അവൻ കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പൗർണമി ദിവസം ഒരു ആയുധം വെള്ളത്തിൽ മുക്കി. ആ ആയുധം ബ്രഹ്മായുധമായി മാറി. ബ്രഹ്മരാക്ഷസൻ ആളുകളെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രഹ്മായുധം കൊണ്ട് ആ ബാലൻ ബ്രഹ്മരാക്ഷസനെ ആക്രമിച്ചു. അതോടെ ആ ബ്രഹ്മരാക്ഷസന്റെ ശല്യം തീർന്നു. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ബെല്ലൈക്കണും അമർത്തൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥയും നഷ്ടമാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ.